ദൈവനാമത്തിന് മഹത്വം. സിയോൻ ഓൺലൈൻ ബയോളജിസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: യാക്കോബിനെ കൊന്നതിന് ശേഷം ഹെറോദാവ് പത്രോസിനെ പിടിച്ച് തടവിലാക്കുമ്പോൾ എത്ര കാവൽക്കാരെയാണ് ഏർപ്പാടാക്കിയത്? നമ്മുടെ ഉത്തരം ഇതാണ്. ഹലോ. ഗുഡ്. ഉത്തരം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചോദ്യം ശ്രദ്ധിക്കണം, എന്നിട്ട് മാത്രമേ ഉത്തരം അയക്കാവൂ എന്നുള്ളത്. ഇന്നലത്തെ ചോദ്യം ശ്രദ്ധിച്ചവരൊക്കെയും തന്നെ ശരിയുത്തരം അയച്ചിട്ടുണ്ട്. ഇന്നലത്തെ നമ്മുടെ ചോദ്യം ശ്രദ്ധിച്ചൊന്ന് കേട്ടാൽ മതിയായിരുന്നു, ശരിയുത്തരം നിങ്ങൾക്ക് അയക്കായിരുന്നു. നമ്മുടെ ചോദ്യം പത്രോസിനെ പിടിച്ച് തടവിലാക്കിയപ്പോൾ എത്ര കൂട്ടം കാവലാണ് ഏർപ്പെടുത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാവൽ ഏർപ്പെടുത്തിയത് എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 12:4 നാം വായിക്കുന്നത് പോലെ 4 ചേവകർ വീതം ഉള്ള 4 കൂട്ടങ്ങൾ എന്ന് പറയാമായിരുന്നു. നമ്മുടെ ചോദ്യം എത്ര പേരുടെ എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടമല്ല, ആ കൂട്ടം എത്രയാണോ അതാണ് ശരി ഉത്തരം. അപ്പോസ്തലപ്രവൃത്തി 4:12 നാം വായിക്കുന്നത് പോലെ 16 പേരാണ്. അതായത് 4 ചേവകർ വീതമുള്ള 4 കൂട്ടങ്ങൾ. 4 × 4 16. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ ചോദ്യത്തിന് ശരിയുത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പൗലോസ് അനേക സഭകൾക്ക് ലേഖനം എഴുതിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. പല ലേഖനങ്ങളും നാം വായിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ആ സഭയിലുള്ളവരെയൊക്കെയും വളരെ സ്നേഹത്തോടെ എൻ്റെ മകനായ, എൻ്റെ പ്രിയനായ, അങ്ങനെ സ്നേഹത്തിൻ്റെ പല വാക്കുകളാൽ പലരെയും അഭിസംബോധന ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ചോദ്യം പറയാം, ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിൻ്റെ ക്ലൂ ഞാൻ ചോദ്യത്തിന് ശേഷം അവസാനം പറയുന്നതാണ്. നമ്മുടെ ചോദ്യം ഇതാണ്: പൗലോസ് നിജപുത്രനെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആരെയെല്ലാമാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. പൗലോസ് നിജപുത്രനെന്ന് അഭിസംബോധന ചെയ്തിട്ടുള്ളത് ആരെയെല്ലാമാണ്? ഇതിനൊരു ക്ലൂ പറഞ്ഞാൽ ലേഖനങ്ങളിൽ ആദ്യ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ലേഖനം ഏതൊക്കെയാണെന്ന് കൂടി പറയാം. ഒരുപാട് പ്രായമുള്ള ആൻറ്റിമാർ വളരെ ഉത്സാഹത്തോടെ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പറയാം, തീത്തോസിൻ്റെ ലേഖനവും 1 തീമോത്തിയോസ്, ഈ 2 ലേഖനങ്ങളാണ് നമ്മുടെ ക്ലൂ. അപ്പോൾ എല്ലാവരും വേഗത്തിൽ ഉത്തരം അയയ്ക്കുക. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഉത്തരം അയക്കുവാനായിട്ട് ശ്രമിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.